യു.എസിലെ ഫ്ലോറിഡയിലെ ടാംപയിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴാണ് പാകിസ്ഥാൻ്റെ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ വിവാദ പരാമർശം നടത്തിയത്. പരസ്യമായി ആണവ യുദ്ധത്തെക്കുറിച്ചാണ് അസീം മുനീർ സംസാരിച്ചത്. ഞങ്ങളൊരു ആണവ രാജ്യമാണ്, ഞങ്ങൾ ഇല്ലാതാകുമെന്ന് തോന്നിയാൽ ലോകത്തിൻ്റെ പകുതിയും ഞങ്ങൾക്കൊപ്പം കൊണ്ടുപോകും. ഇങ്ങനെയാണ് അസീം മുനീർ കൊലവിളി മുഴക്കിയത്. സിന്ധു നദി ഇന്ത്യയുടെ കുടുംബസ്വത്തല്ല. ഇന്ത്യ അണകെട്ടിയാൽ അത് പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കും. തുടർന്ന് മിസൈൽ അയച്ച് അത് തകർക്കുമെന്ന് മുനീർ പറഞ്ഞു. പാകിസ്ഥാൻ്റെ കഴുത്തിലെ ഞരമ്പാണ് കശ്മീരെന്നും അത് ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നമല്ലെന്നും പരിഹരിക്കപ്പെടാത്ത രാജ്യാന്തര വിഷയമാണെന്നും മുനീർ പറഞ്ഞു. US മണ്ണിൽ നിന്ന് ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി ഉയർത്തിയ പാക് സൈനിക മേധാവിയെ ശക്തമായ ഭാഷയിൽ തന്നെ ഇന്ത്യ വിമർശിച്ചു. ആണവ പോർവിളി എന്നത് പാകിസ്ഥാൻ്റെ വിൽപ്പന ചരക്കാണെന്ന് വിദേശകാര്യ വക്താവ് പ്രസ്താവനയിൽ അറിയിച്ചു. ഒരു സൗഹൃദ രാജ്യത്തിൻ്റെ മണ്ണിൽ നിന്ന് അത്തരമൊരു പരാമർശം വന്നത് ദൗർഭാഗ്യകരമാണ്. നിരുത്തരവാദപരം ജന്മസിദ്ധമാണെന്ന് ഈ പരാമർശങ്ങളിൽ നിന്ന് രാജ്യാന്തര സമൂഹത്തിന് മനസ്സിലാകുമെന്നും ഇന്ത്യ വ്യക്തമാക്കി. അതിനിടെ അസീം മുനീർ നടത്തിയ ആണവ ഭീഷണിയെ പെൻറ്റഗൺ മുൻ ഉദ്യോഗസ്ഥൻ മൈക്കൽ റൂബിൻ വിമർശിച്ചു. പാകിസ്ഥാൻ ഒരു തെമ്മാടി രാഷ്ട്രം പോലെയാണ് പെരുമാറുന്നതെന്ന് റൂബിൻ പറഞ്ഞു. സൈനിക മേധാവിയുടെ പ്രസ്താവന IS-ഉം ഒസാമ ബിൻ ലാദനും മുമ്പ് നടത്തിയ പ്രസ്താവനകൾക്ക് സമാനമാണെന്നും റൂബിൻ പറഞ്ഞു. അസീം മുനീർ കോട്ട് ധരിച്ച ഒസാമ ബിൻ ലാദനാണെന്നും അദ്ദേഹം പറഞ്ഞു. നാറ്റോയ്ക്ക് പുറത്തുള്ള US-ൻ്റെ ഒരു പ്രധാന സഖ്യകക്ഷി എന്ന പദവിയിൽ നിന്ന് പാകിസ്ഥാനെ ഒഴിവാക്കണമെന്നും തീവ്രവാദത്തിൻ്റെ പ്രധാന സ്പോൺസറായി പ്രഖ്യാപിക്കണമെന്നും റൂബിൻ ആവശ്യപ്പെട്ടു. അസീം മുനീറിന് US വിസ നൽകുന്നത് വിലക്കണം. പാക് സൈനിക മേധാവിയുടെ പ്രസ്താവനയ്ക്കിടെ അവിടെ സന്നിഹിതരായിരുന്ന US ഉദ്യോഗസ്ഥർ പ്രതികരിക്കാത്തതിനെയും റൂബിൻ ചോദ്യം ചെയ്തു. അസീം മുനീറിനെ ഉടൻ തന്നെ യോഗത്തിൽ നിന്ന് പുറത്താക്കുകയും രാജ്യത്ത് നിന്ന് തന്നെ പുറത്താക്കുകയും ചെയ്യണമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ജോർജ് W. ബുഷ് ഭരണകൂടം തുടങ്ങിവെച്ച ഇന്ത്യ-US പങ്കാളിത്തത്തിൽ നിന്ന് പിന്മാറുന്ന സമീപനമാണ് ട്രംപ് സ്വീകരിക്കുന്നതെന്നും മൈക്കൽ റൂബിൻ വിമർശിച്ചു. നേരത്തെയും പരസ്യമായി ഇന്ത്യ വിരുദ്ധ പ്രസ്താവന നടത്തിയിട്ടുണ്ട് അസീം മുനീർ. പാകിസ്ഥാൻ്റെ മുഴുവൻ നിയന്ത്രണവും അസീം മുനീറിൻ്റെ കയ്യിലാണെന്നും അതിനിടെ റിപ്പോർട്ടുകൾ വരുന്നു. പാകിസ്ഥാൻ്റെ തലപ്പത്തേക്ക് അസീം മുനീർ എത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്.